ശബരിമലയുമായി ബന്ധപ്പെട്ട് പാർട്ടി പ്രതിരോധത്തിലല്ല എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. 3 കാര്യങ്ങളാണ്. ഒന്ന്, ചരിത്രത്തിലൂടെ നിങ്ങൾ കടന്നു വന്നാലും ശബരിമലയുടെ വികസന പദ്ധതികളിൽ CPM-ഉം ഇടതുപക്ഷവും അധികാരത്തിലിരുന്നപ്പോൾ നടത്തിയതിനോളം വികസന പ്രവർത്തനങ്ങൾ മറ്റൊരു കക്ഷിയും നടത്തിയിട്ടില്ല. അഥവാ കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോൾ നടത്തിയിട്ടില്ല എന്നുള്ളത് ചരിത്രപരമായ വസ്തുതയാണ്. ശബരിമലയിലേക്ക് നമ്മൾ ദർശനം നടത്താൻ പോകുമ്പോൾ പമ്പയിൽ നിന്ന് മല ചവിട്ടി കടന്നു പോകുമ്പോൾ ഒരു റോഡുണ്ട്. ആ റോഡിൻ്റെ പേര് ചന്ദ്രാനന്ദൻ റോഡ് എന്നാണ്. ആരാണ് ഈ ചന്ദ്രാനന്ദൻ എന്നറിയാമോ? ചന്ദ്രാനന്ദൻ, PK ചന്ദ്രാനന്ദൻ എന്ന് പറയുന്നത് പുന്നപ്ര വയലാറിൻ്റെ വളരെ പ്രിയപ്പെട്ട പോരാളിയാണ്. അദ്ദേഹം ഒരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ആ ചന്ദ്രാനന്ദൻ്റെ പേരിൽ എന്തിനാണ് റോഡിട്ടതെന്നറിയാമോ? പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പോകുമ്പോൾ ഭക്തർക്ക് സുഖമായി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പാതയൊരുക്കുക മാത്രമല്ല ഈ PK ചന്ദ്രാനന്ദൻ ചെയ്തത്. എന്നാണ് PK ചന്ദ്രാനന്ദൻ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്ത് വരുന്നതെന്നറിയാമോ? 1967 കാലത്താണ്. അന്ന് EMS നമ്പൂതിരിപ്പാട് അധികാരത്തിൽ വരുമ്പോൾ അന്ന് ദേവസ്വം ബോർഡിലെ ജീവനക്കാർക്ക് നാട്ടുകാർ കടം കൊടുക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്താ കാരണം എന്നറിയോ? അവർക്ക് ശമ്പളം കിട്ടാത്ത സാഹചര്യം. ആ ശമ്പളം കിട്ടാത്ത സാഹചര്യം ഉണ്ടാക്കി വെച്ച പാർട്ടിയുടെ പേരേതാണെന്നറിയാമോ? അന്ന് കോൺഗ്രസ് പാർട്ടിയാണ്. പക്ഷേ 1967 പാർട്ടി EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി അധികാരത്തിലെത്തുമ്പോൾ ശബരിമലയുടേതടക്കമുള്ള വിഷയങ്ങളിൽ PK ചന്ദ്രാനന്ദനും അന്ന് പ്രാക്കുളം ഭാസി എന്ന് പറയുന്ന അന്നത്തെ RSPയുടെ നേതാവ്, ആ പ്രാക്കുളം ഭാസിയും അടക്കമുള്ളവർ നടത്തിയ ഇടപെടലുകൾ ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്.